ആളുകളൊക്കെ പലരെയും സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, പ്രണയിക്കുന്നു. പക്ഷെ അതൊക്കെ ഖബർ വരെയുള്ളൂ. എന്നാൽ ഖബറിൽ ഞാൻ കിടക്കുമ്പോഴും എൻ്റെ ഒപ്പം കിടക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. അതെന്താണെന്നറിയുമോ? നന്മകൾ. ഞാൻ നന്മകളെ സ്നേഹിച്ചു. അതെന്റെ ഖബറിൽ എന്നോട് കൂടെ ഉണ്ടാകുമല്ലോ. രണ്ടാമത്തേത്, നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ആവശ്യമാണോ നാം നിറവേറ്റേണ്ടത്, അതോ അള്ളാഹു പറഞ്ഞതാണോ ചെയ്യേണ്ടത്? മനസ്സിനെ ദേഹേച്ഛയിൽ നിന്ന് തടഞ്ഞാൽ സ്വർഗമാണ് അവന്റെ സങ്കേതമെന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ വഴിപ്പെടാൻ തീരുമാനിച്ചു. ദേഹത്തിന്റെ ആവശ്യങ്ങളെ ഒഴിവാക്കി. പിന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരേ ഒരു വ്യക്തി അള്ളാഹു മാത്രമാണ്. കാരണം മറ്റുള്ളവരുടെ അടുക്കൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകും. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ആണല്ലോ ശേഷിക്കുന്നത്. അതോടുകൂടി എനിക്ക് വില പിടിച്ച എന്ത് വസ്തു കിട്ടിയാലും അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ഞാൻ ചിലവിട്ടു. ഇതാണ് മൂന്നാമത്തത്. നാലാമതായി പറയുന്നത്, ആളുകളൊക്കെ തറവാടിന്റെയും സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിന്റെയും പേരിലൊക്കെ പെരുമ കാണിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, ഏറ്റവും വലിയ പെരുമ തഖ്വ ഉള്ളവർക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ പെരുമയുള്ളവനാകാൻ ഞാൻ ഭയഭക്തനായി. അഞ്ചാമത്തത്, അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തിയാവുക എന്നുള്ളതാണ്. കാരണം അസൂയ അതുപോലത്തെ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത് അള്ളാഹു ചിലർക്ക് കൊടുത്തു, ചിലർക്ക് കൊടുത്തില്ല, അതിന്റെ പേരിലാണല്ലോ. പക്ഷെ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ അസൂയ ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തി അടഞ്ഞു. ഇനി ആറാമതായി ഞാൻ പഠിച്ചത്, ജനങ്ങളൊക്കെ പരസ്പരം ശത്രുത വെക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ശത്രുത വെക്കുന്നത് പിശാചിനോടാണ്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശത്രു പിശാചാകുന്നു എന്ന്. പിന്നെ എന്തിനോട് ആളുകളോട് ശത്രുത വെക്കണം? പിശാചിനോട് ഞാൻ ശത്രുത വെച്ചു. ഏഴാമത്തെ ഞാൻ മനസ്സിലാക്കിയ വിഷയം ഭക്ഷണത്തിന്റെ കാര്യമാണ്. ഓരോ ജീവിക്കും അള്ളാഹു ഭക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിഷിദ്ധമായ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വഴികളൊക്കെ ഞാൻ ഒഴിവാക്കി. എല്ലാം അള്ളാഹു എനിക്ക് തീരുമാനിച്ചു വച്ചിരിക്കുന്നല്ലോ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ ഹറാമായ കാര്യങ്ങളും ഒഴിവാക്കി അള്ളാഹുവിൻ്റെ ആ കണക്കാക്കിയ ഭക്ഷണം എനിക്ക് കിട്ടുമെന്ന ഉറപ്പിൽ തന്നെ ഞാൻ നിന്നു. പിന്നെ എട്ടാമതായി പറയുന്നത്, ആളുകളൊക്കെ പല കാര്യങ്ങളുടെ മേലും ആണ് ഭാരമേൽപ്പിക്കുന്നത്. അവരുടെ ബിസിനസ്, കച്ചവടം, കൃഷി. എന്നാൽ ഞാൻ ഭാരമേൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ മേലിലാകുന്നു. ഇത് കേട്ടപ്പോൾ